അപ്പോൾ ഗവൺമെന്റ് ആയിട്ട് ടൈപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? സെൻട്രൽ ഗവൺമെന്റിന്റെ പരിപാടികളിലെ ടൈപ്പ് ആയിട്ടാണ് അത് നമ്മൾ. അതെങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഗവൺമെന്റിനുമായിട്ട് സഹകരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിന് എന്താണ്, അതായത് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളപരി എന്തൊക്കെയാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പോൾ ഗവൺമെന്റിനെ എങ്ങനെയാണ് നിങ്ങളെ അവരൊരു പാർട്ട്ണർ ആക്കുന്നത് എങ്ങനെയാണ്? ഗവൺമെന്റിന് പ്രൊജക്റ്റുകളുണ്ട്. ഇത് അവയർനെസ് പ്രോഗ്രാംസ്, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, അങ്ങനെ ഒത്തിരി പദ്ധതികൾ അവർക്കുണ്ട്. അത് നമ്മളെപ്പോലുള്ള NGO ത്രൂ ആണ് അവർ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ് എങ്ങനെയാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ അപ്രോച്ച് ചെയ്തു. നമ്മൾ പല പരിപാടികളിലും അവർക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഇപ്പോൾ 5 വർഷത്തോളമായി നമ്മൾ ഈ കേരളത്തിൽ പല പരിപാടിയും നടത്തുന്നു. ഉദാഹരണത്തിന് PM വിശ്വകർമ്മ യോജന, അതിൻ്റെ ലോഞ്ചിങ് പരിപാടിയിൽ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം നടന്ന ആദ്യത്തെ കേരളത്തിലെ വലിയ എക്സിബിഷൻ, അതിൻ്റെയും ബാക്ക് എൻഡ് റിക്രൂട്ട്മെൻറ്റ് സൈഡിൽ നമുക്ക് ഔട്ട്സോഴ്സിംഗ് ആയിട്ട് നമ്മൾക്ക് സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡയറക്ടറേറ്റുമായിട്ടുള്ള ബന്ധത്തിനനുസരിച്ച് നമ്മൾ റിക്വസ്റ്റ് അനുസരിച്ചിട്ടും, പിന്നെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു നെറ്റ്വർക്ക് നമ്മുടെ NGOയ്ക്ക് സഫീഷ്യൻ്റ് ആണെങ്കിൽ അവർ നമ്മളെ ഏൽപ്പിക്കും. നമുക്കിന്ന് കേരളം മുഴുവൻ ഫാക്കൽറ്റികളും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കോർഡിനേറ്റർമാരെയും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കൃത്യമായ ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാനും റിക്രൂട്ട് ചെയ്യാനും സാധിക്കും. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണ്? ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോൾ വേണേ, ഞാൻ ചോദിച്ചു ഇപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തു, പക്ഷേ എനിക്ക് അടുത്ത 1 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ബിസിനസ്സിലോട്ട് ഇറങ്ങണ്ടെങ്കിലും ഇത് അതിനൊരു വാലിഡിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് വാലിഡിറ്റി ഇല്ല. അപ് ടു എൻഡ് ഓഫ് ലൈഫ് നമുക്ക് ഇതിന് മതി. ആധാർ കാർഡ് പോലെ തന്നെയാണ് ഉദ്യം ആധാർ രജിസ്ട്രേഷൻ നമ്പർ. അത് ഒരു ID കിട്ടും. ഒരു ID ഈ ഒരു ബിസിനസ്സിന് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഞാൻ ID കൊടുക്കില്ല. ആ ആധാർ നമ്പറിൻ്റെ ബേസിലാണ് നമുക്ക് ഉദ്യം ആധാർ ജനറേറ്റ് ചെയ്യുന്നത്. ഉദ്യം ആധാർ നമ്പർ ജനറേറ്റ് അനുസരിച്ചിട്ടാണ് പാൻ കാർഡ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കമ്പനിക്കുള്ള പാൻ കാർഡ്, കമ്പനിക്കോ അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററി പാൻ കാർഡ്, അത് നമ്മൾ പേഴ്സണൽ പാൻ കാർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നും ഇൻ്റർ റിലേറ്റഡ് ആണ് എവിടെ ചെന്നാലും. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഈ പറഞ്ഞ ഇത് കിട്ടി, ഉദ്യം പോർട്ടലിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത ശേഷം ഞാൻ ആ ബിസിനസ് പിന്നെ നടത്തുന്നില്ലെങ്കിൽ അപ്പോൾ ഇത് പിന്നെ ക്യാൻസൽ ചെയ്യണോ? ക്യാൻസൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും കാലത്ത് തുടങ്ങിയാലും മതി. ഈ ID തന്നെ യൂസ് ചെയ്യാം.